ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോത്തിറച്ചിയിലെത്തിയതും പരിപ്പ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. പോത്തിറച്ചി ഏത്തക്കായ ഇട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തൊണ്ടൊന്നും കളയാതെ ഏത്തക്കായ ഇട്ട് പോത്തിറച്ചി നല്ല ടേസ്റ്റി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പരിപ്പ് കറിയും കൂടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോത്തിറച്ചി കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സവാള കട്ട് ചെയ്ത് ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. 2 സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ മസാലയും ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ വിനീഗർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ബീഫിൻ്റെ അണ്ടർകട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുക്കറിൽ സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇതുപോലെ കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മളൊരു 2 ഏത്തക്കായ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 കീറിയിട്ട് തൊലിയടക്കം വേണം കേട്ടോ. 4 കീറിയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഈ കായ വേവണ ആ ടൈം മതി ഈ നമ്മുടെ അണ്ടർകട്ട് വേവാനായിട്ട്. ബീഫിൻ്റെ അണ്ടർകട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ്, ഇപ്പോൾ നന്നായി വേണമെന്നാണുള്ളവർക്ക് 10-20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി വന്നു, നല്ല റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റും കൂടിയും ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില തൂവി കൊടുക്കാം. പിന്നെ ഒരു സവാള ഞാൻ കട്ട് ചെയ്തതിന് മേലെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ആ സവാള കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ കറി ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ബീഫിൽ കിടന്ന ആ കായൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് ഗ്രേവി ഇല്ലാതെ നമ്മൾ വെക്കണതായതുകൊണ്ട് ഇതിന് ഗ്രേവി ആയിട്ട് നമ്മൾ പരിപ്പ് കറിയാണ് വെക്കുന്നത്. പരിപ്പ് കറി അതല്ലെങ്കിൽ രസമൊക്കെ നല്ലതാണ് കഴിക്കാനായിട്ട്. രസം ഉണ്ടാക്കിയാലും ഇങ്ങനത്തെ കറി കഴിക്കാനായിട്ട് കൂട്ടിച്ചോറുണ്ണാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്കിനി പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് ഒരു കടായി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുറച്ച് അധികം തന്നെ ചേർക്കണേ. വെളുത്തുള്ളി ഞാനൊരു 1 ടേബിൾ സ്പൂണാണ് ചതച്ചിട്ട് കൊടുത്തതാണ്. ചെറിയ ഉള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം.
ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് കേട്ടോ വേവിച്ചത്. കടലപ്പരിപ്പിട്ടാണ് ഞാനിപ്പോൾ ഈ കറി വയ്ക്കാൻ പോകുന്നത്. കടലപ്പരിപ്പല്ല, പീസ് പരിപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിലൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്കത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ തിളച്ച് വന്നിടുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പരിപ്പ് കറിയും റെഡിയായി കഴിഞ്ഞു. ഊണ് കഴിക്കാനായിട്ട് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ് ഉലർത്തിയതും പരിപ്പ് കറിയും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടാതിരിക്കില്ല, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്വാദിഷ്ടമായ ഈ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.